ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആഗമനകാലം 2-ാം വാരം വെള്ളിയാഴ്ച. നാം ഇന്ന് വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈ വചനഭാഗത്തിലൂടെ ക്രിസ്തുനാഥൻ സ്നാപക യോഹന്നാനെയും തന്നെയും എതിർക്കുന്ന യഹൂദരുടെ അവസ്ഥ ദൗർഭാഗ്യകരമാണെന്ന് പറഞ്ഞു വയ്ക്കുന്നു. അവരെ തൃപ്തിപ്പെടുത്തുക എന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നും ഈശോ പറയുന്നു. ചന്തസ്ഥലത്ത് ഇരുന്ന് കളിക്കുന്ന കുട്ടികളെ പോലെ ആണ് യഹൂദരെന്ന് ഈശോ ഈ സുവിശേഷ ഭാഗത്തിലൂടെ പറയുന്നു. പരസ്പരം കലഹിക്കുന്ന കുട്ടികൾ, സ്വന്തമായി ഒരു തീരുമാനം എടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് യഹൂദരുടെ അവസ്ഥ എന്ന് ഈശോ പറഞ്ഞു വയ്ക്കുന്നു. സ്നാപക യോഹന്നാനും ഈശോയും ദൈവത്താൽ അയക്കപ്പെട്ടവരാണ് എന്നുള്ള സത്യം മനസ്സിലാക്കാനും സ്നാപക യോഹന്നാനും ഈശോയും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനും അവർക്ക് സാധിക്കുന്നില്ല. സ്നാപക യോഹന്നാൻ മാനസാന്തരത്തിൻ്റെ സന്ദേശവുമായി കടന്നു വന്നു. ക്രിസ്തുനാഥൻ സ്വർഗരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ഇതൊന്നും സ്വീകരിക്കുവാനായിട്ട് അന്നത്തെ തലമുറയിലെ ആളുകൾക്ക് സാധിക്കുന്നില്ല. മാത്രമല്ല, സ്നാപക യോഹന്നാനെയും ഈശോയെയും യഹൂദർ കുറ്റപ്പെടുത്തുന്നുണ്ട്. യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു, അതുകൊണ്ട് സ്നാപക യോഹന്നാനെ പിശാചി ബാധിതരെന്ന് പറഞ്ഞു. ക്രിസ്തുനാഥൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. അപ്പോൾ യഹൂദർ പറയുന്നു, ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും പാപികളുടെ സ്നേഹിതനും എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു. ദൈവത്താൽ അയക്കപ്പെട്ട മനുഷ്യരെ മനസ്സിലാക്കുവാനോ അവർ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുവാനോ സാധിക്കുന്നില്ല. അവസാനം ഈശോ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, എങ്കിലും ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. ജ്ഞാനമെന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. അത് ദൈവം തന്നെ നമുക്ക് നൽകണം. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 35-ാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്, ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ്. സ്നാപക യോഹന്നാനും ക്രിസ്തുനാഥനും പഠിപ്പിച്ചത് പിതാവായ ദൈവത്തെക്കുറിച്ചാണ്. ആ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം അത് സ്വീകരിക്കുവാനായിട്ട് എളിമയുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈ ആഗമനകാലത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം.